എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പൊടിപടലങ്ങളൊക്കെ പിടിച്ച സ്ഥലങ്ങൾ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത് കണ്ടവരൊക്കെ ഉണ്ടാകും, എന്നാലും എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. ഒരു വീട്ടമ്മക്ക് ഏറ്റവും അത്യാവശ്യമാണ് വീട് വൃത്തിയാക്കുന്നത്. പെട്ടെന്ന് എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലർക്കും ചെയ്യുന്നത്. വീട് വൃത്തിയാക്കാൻ സമയം കിട്ടാറില്ല. നമുക്ക് ഇനി വീടിന്റെ നടക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനും സാധിക്കലില്ല. അതെല്ലാവർക്കും അറിയാലോ. ഒരുപാട് സമയം നമുക്ക് വീട്ടിൽ ഒരുപാട് പണികൾ ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ ഇതിന് പൊടി പിടിച്ച സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ലീവ് ഉണ്ടല്ലോ, പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പൊടി പടലങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കാം. പിന്നെ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ജനൽ തുടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും വേഗം ഒരു തുണി എടുത്തിട്ട് വെള്ളം മുക്കിയിട്ട് തുടക്കലല്ലേ. അപ്പം ഞാൻ വിചാരിച്ചാൽ ഞാനിന്ന് വേറൊരു ഐഡിയ കണ്ടു. അപ്പോൾ ആ ഐഡിയയിലാണ് ഞാൻ ജനൽ തുടക്കുന്നത്. കണ്ടില്ലേ, ജനലെല്ലാം പൊടി പിടിച്ചിട്ടുണ്ട്, നല്ലോണം പൊടിയുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ലീവിലെ ദിവസം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ സമയം കിട്ടാതെ. അപ്പോൾ ഇപ്പം ഏതായാലും ലീവില്ലതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. കണ്ടില്ല, മൊത്തം പൊടികളാണ്. ഞാൻ ഇതെല്ലാം എളുപ്പത്തിൽ എങ്ങനെയാണ് തുടക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ മൊത്തം പൊടിയാണ്, കണ്ടില്ലേ, ഒക്കെ പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അതിനുള്ളൊരു പുറപ്പാടാണ് ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തുടക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും അറിയുന്നതാണ്. അധികം ആൾക്കാർക്കും ഈ വീഡിയോയെ കുറിച്ച് അറിയാം. അധികം വീട്ടമ്മ ഇത് ഓർത്ത് വെക്കും. കാരണം വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആയതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കും. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം എടുക്കേണ്ടത് ഇതൊരു ഷോക്സ്, പഴയൊരു ഷോക്സ്. പുതിയത് ഇപ്പോൾ എടുക്കാൻ പാടില്ല കേട്ടോ. ചിലപ്പം പുതിയതെടുത്താൽ അതിൻ്റെ ഉടമസ്ഥൻ വന്നപ്പാട് ചിലപ്പോൾ അവിടെ അടി നടക്കും. അതുകൊണ്ട് എല്ലാവരും പഴയ ഷോക്സ് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് പഴയൊരു ഷോക്സ് എടുത്തു. ഇനി അത് നമ്മുടെ കയ്യിലോട്ട് കിടക്കുന്നു. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് അറിയുന്ന കാര്യമില്ലേ. പക്ഷേ ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് മോശമായൊരു വീഡിയോ അല്ല, ഇത് നല്ലൊരു വീഡിയോ ആണ്. ഇതിനെക്കുറിച്ച് ദോഷമൊന്നും വരില്ല, നല്ലത് മാത്രം ഒരു വീട്ടമ്മക്ക് ഒരു ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഷോക്സ് ഞാൻ കയ്യിലോട്ട് കടത്തിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കപ്പ് വെള്ളം. ഇനി ഈ കപ്പ് വെള്ളം എന്ന് വെച്ചാൽ നനച്ചപ്പോര നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഈ കപ്പിലേക്ക് ഒന്നും കൂടി മുക്കി വീണ്ടും തുടക്കാം. അതിനാണ് ഈ ഒരു കപ്പ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഷോക്സ് ഇതിലേക്കൊന്ന് മുക്കി എൻ്റെ കൈ ഒന്ന് കടത്തി നനച്ച്. കൈ ഇപ്പം നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം. കമ്പി, ഈ ഒരു കമ്പി വൃത്തിയാക്കണം. നമ്മൾ ഒറ്റ ഒരു ട്രിപ്പ് ഇങ്ങനെ വലിച്ചാൽ മതി, കംപ്ലീറ്റ് അത് വൃത്തി. കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ മതി. രണ്ട് സൈഡിൽ നമ്മൾ രണ്ട് വിരൽ കൂട്ടിയിട്ട് ഇതുപോലെ ഈ രണ്ട് വിരൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് മേലോട്ട് വലിക്കുക. മേലിന് രണ്ട് വിരൽ പിടിച്ചിട്ട് ഈ സൈഡിലേക്ക് കൂടി താഴോട്ട് വലിക്കുക. ക്ലീനായി. അത്രയും സമയം വേണ്ടു. നമ്മളിങ്ങനെ ഇന്നും ഇറക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ഈ താഴെ ഭാഗം വേണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. എത്ര പെട്ടെന്നാകുമെന്നറിയാം. ഒരുപാട് സമയം വേണ്ട. നമുക്ക് സമയം ഏറ്റവും കൂടുതൽ ലാഭിക്കാൻ പറ്റിയൊരു പണിയാണിത്. പലരും ഇതിനോട് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഒരുപാട് സമയം പിടിക്കും. അപ്പം പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ആ പലരും ഇതിനോട് മടിക്കുന്നത്. പിന്നെ എല്ലാവരും ഇതുപോലെ ചെയ്തു ഉണ്ടല്ലേ, എത്ര പെട്ടെന്ന് ക്ലീനായിന്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ജനലിൻ്റെ സൈഡ് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അല്ല, പെട്ടെന്നാവും, അങ്ങനെ ഒരു താമസമില്ല. ഇങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് വിരൽ ഏത് ഭാഗത്തേക്ക് ചലിപ്പിക്കാനും പറ്റും. എവിടെയും തട്ടുമില്ല, നമ്മുടെ വിരലിനൊന്നും വരില്ല. നിലടക്കം നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കാം. ചില ആണുങ്ങളൊക്കെ തോന്നുന്നത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പണിയിൽ ഇതല്ല. ഇതെന്താണ് ജനലിന് പൊടി കാണുന്നില്ലേ, ഇനി അവിടെ പൊടി കാണുന്നില്ലേ, ഇവിടെ പൊടി കാണുന്നില്ല, അതൊന്ന് വൃത്തിയാക്കൂടി. അത് അവർ പറയുന്നില്ലാത്തതുകൊണ്ട് അവർ ചെയ്യും. അതില്ല, ഇതെല്ലാം നമ്മളെ പണി മാത്രമെന്നാണ് അവരെ വിചാരം. എന്നാൽ പിന്നെ അവർക്കും കൂടി എടുക്കാമെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം കേട്ടോ. ഇതെല്ലാവർക്കും ചെയ്യേണ്ടതാണ്. വീട്ടിലായാലും ഭക്ഷണമായാലും എല്ലാം ആണുങ്ങൾ കൂടി ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് ഞാൻ തുടക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം എൻ്റെ ഒരു ജനൽ അങ്ങനെ കംപ്ലീറ്റ് വൃത്തിയായി. ജനലിൻ്റെ ഗ്ലാസ്സൊന്നും എനിക്ക് തുറക്കാൻ പറ്റിയില്ല കേട്ടോ. ഗ്ലാസ് തുറക്കണമെങ്കിൽ പുറത്ത് ഇറങ്ങണം, അതിൻ്റെ മുകളിലേക്ക് കയറണം. അത് നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നാലും ചെയ്യാം, പക്ഷേ എനിക്ക് പിന്നെ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചെടികളുണ്ട്, ഉള്ളിൽ വെക്കുന്ന ചെടികൾ. ആ പ്ലാന്റെല്ലാം ഒന്ന് ലീഫെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ പറ്റും. അതിനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യുന്ന എളുപ്പമാണ്. ഒന്നും നമുക്ക് തടസ്സം വരില്ല. എന്നാൽ പെട്ടെന്ന് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. കാരണം നമുക്ക് വേറൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്ക് തുടക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ പണി എങ്ങനെ തീർക്കാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്താൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം. ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യരുത്. കാരണം ലീവ് ദിവസം മാത്രമേ നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് രാത്രിയൊക്കെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലാനൊക്കെ ക്ലീൻ ചെയ്യാം, അവരോട് കളിക്കുകയും ചെയ്യാം, പക്ഷെ മറ്റു പണികളൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഇനി മുതൽ ഇതുപോലെ ചെയ്തുണ്ടാക്കണം. നമുക്ക് ഈ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും വൃത്തികേട് വന്നാലും അത് മുഴുവനും പഴി കേൾക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വീട്ടിൽ വേറെ ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന എവിടെയെങ്കിലും ഒരു പൊടി കണ്ടാൽ അയ്യോ ഇവള് വീടൊന്നും വൃത്തിയാക്കില്ലാന്ന് തോന്നുന്നു. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മനസ്സിൽ കരുതൽ അങ്ങനെയാണ്. നല്ല വൃത്തിയും മനോഹരത്തിൻ്റെ പേര് പറയുന്നവരാണ് ഒരു ക്ലീൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം ഇനി ആ പഴി ആരും കേൾക്കേണ്ടി വരില്ല. നമുക്ക് ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെച്ചാൽ നമുക്കിത് അത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ എവിടെ ക്ലീൻ ചെയ്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ ആ സമയം ഒരുപാട് ലാഭിക്കാൻ കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണേ. എനിക്കറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരണം. ഇപ്പം എൻ്റെ ചെടി ഏകദേശം നല്ല ചെടികളും നല്ല വിരലുകളായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഒരുപാട് പൊടി ഉണ്ടായത് സമയത്ത് എല്ലാവരും പറയുന്നത് ഷോക്സ് അങ്ങനെ ക്ലീൻ ആകുന്നില്ല. എന്നാലും ഇത് കണ്ട, ഇത് തുടച്ചിടം കണ്ട എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പം മറക്കല്ലേ.